മുണ്ണകളെ അദാനിയും അംബാനിയുമാക്കാനുള്ള ചൊറിയൻ താരുവിൻ്റെ മുടിഞ്ഞ സുവിശേഷം. പന്തളത്ത് കുലുക്കി സർബത്ത് വിറ്റുകൊണ്ട് നടന്ന പാണ്ടൻ താരു വചനക്കൊള്ളക്കിറങ്ങി കോടീശ്വരനായി. സോറിയാസിസ് പിടിച്ച കൈകൊണ്ട് കുലുക്കുന്ന സർബത്ത് കുടിക്കുവാൻ ആളുകൾ വരാതായതോടെയാണ് പാണ്ടൻ താരു വചനക്കൊള്ളക്കിറങ്ങിയത്. ഉർവശി ശാപം ഉപകാരമായി എന്ന് പറഞ്ഞതുപോലെ സോറിയാസിസും താരുവിന് ഉപകാരമായി. സോറിയാസിസ് വന്നില്ലായിരുന്നു എങ്കിൽ താരു ഇന്നും കുലുക്കി സർബത്ത് ക്ലാസുമായി പന്തളം ടൗണിൽ നിന്ന് കുലുക്കിയേനെ. സാധാരണഗതിയിൽ വേണ്ടാത്ത പണിക്ക് പോയി ത്വക്കുരോഗം വന്നാൽ ഒരു ശരാശരി മനുഷ്യൻ തകർന്നു പോകും. എന്നാൽ താരു തൻ്റെ പേരിനൊപ്പം അപ്പോസ്തോൽ എന്ന് ചേർത്ത് സ്വയം അപ്പോസ്തോലിനായി മാറി. പണിയെടുത്തിന് ജീവിക്കുവാൻ സാധ്യമല്ല എന്ന ആ തിരിച്ചറിവാണ് താരുവിനെ അപ്പോസ്തോലിനാക്കിയത്. തൃശ്ശൂരിനിപ്പുറത്തേക്ക് മാർത്താണ്ഡം വരെ മുണ്ണകളുടെ ചാകര ആയിരുന്നതിനാൽ പാണ്ടൻ താരുവിന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. ഈ ചൊറിയും വെച്ച് താരു ഒരു അത്ഭുത രോഗശാന്തി വിടുതൽ ആരംഭിച്ചു. തലയിൽ തലച്ചോറിന് പകരം മലം നിറഞ്ഞ മുണ്ണകൾ താരുവിൻ്റെ പൈശാചിക കൂട്ടായ്മയിലേക്ക് ഇരച്ചു കയറി. മണകുണാഞ്ചന്മാരായ മോഴകളുടെ ഭാര്യമാർ പാണ്ടൻ താരുവിനൊപ്പം തുള്ളിച്ചാടാനിറങ്ങി. താരുവിൻ്റെ നാക്കും അമ്മമ്മമാരുടെ തുള്ളിച്ചാട്ടവും കൈകൊട്ടിപ്പാട്ടും കച്ചവടം കൊഴുത്തു. ഞങ്ങളുടെ കരപ്പൻ വരെ മാറ്റുന്ന താരൂപ്പാച്ചറുടെ പാണ്ടും വരട്ട് ചൊറിയും മാറാത്തത് എന്തുകൊണ്ടാണെന്ന് മുണ്ണകൾ വരെ ചോദിച്ചു തുടങ്ങിയപ്പോൾ പാണ്ടൻ താരു പിന്നീട് അത് മറയ്ക്കുവാനുള്ള മേക്ക് ഓവർ ശ്രമം തുടങ്ങി. താടി നീട്ടി വളർത്തി, അരക്കയ്യൻ ഷർട്ട് മാറ്റി ജുബയും പൈജാബയും ആക്കി, സ്ലിപ്പർ മാറ്റി ഷൂ ആക്കി, കയ്യിൽ ഗ്ലൗസ് ഇട്ടാൽ മുഖത്ത് മാസ്ക് ഇട്ടാൽ നാട്ടുകാർ സംശയിക്കും എന്നതുകൊണ്ട് കൈ മാത്രം മറയ്ക്കുവാൻ പറ്റിയില്ല. ഇനി അപ്പോസ്തോലിയൻ താരുവിൻ്റെ പൈശാചിക കൂട്ടായ്മയിൽ പങ്കെടുത്ത ഒരു വീട്ടമ്മയുടെ അനുഭവ സാക്ഷ്യം കേട്ടാലും. ചില വേദികളിൽ എത്ര ശ്രദ്ധിച്ചാലും ഇതുപോലെ എട്ടിന്റെ പണി കിട്ടും. കർത്താവ് കൊടുത്ത ഒരു കൂട്ടം സൗഖ്യവുമായിട്ടാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ സിസ്റ്ററിന്റെ പേര് ഷൈനി എന്നാണ്. ഈ സിസ്റ്റർ 10 വയസ്സ് മുതൽ ഈ സിസ്റ്ററിന് വെള്ളപ്പാണ്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. വെള്ളപ്പാണ്ടുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. എന്റെ കൈ വെള്ളപ്പാണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 57 വയസ്സായി. ആ വെള്ളപ്പാണ്ട് കോട്ടയം മീറ്റിംഗിൽ വെച്ച് 2019 ബ്രദറിന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. ആ സമയത്ത് തൊട്ട് പ്രാർത്ഥിച്ച ആ നിമിഷം തൊട്ട് വെള്ളപ്പാണ്ട് മാറിപ്പോയി എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ വിശ്വാസം എനിക്കില്ലെന്ന് എനിക്ക് തോന്നുന്നേ. ചേച്ചി ഫോട്ടോ ഒക്കെ ഇടാൻ വന്നിട്ടുള്ളത് കേട്ടോ. പാണ്ടുള്ള സ്കിന്നിന്റെ ഫോട്ടോ ഇടാൻ വന്നിട്ടുള്ളത്. ചേച്ചിക്ക് 10 വയസ്സ് മുതൽ വെള്ളപ്പാണ്ടുണ്ട്. കൈയുടെ പുറത്തെല്ലാം ഉണ്ടായിരുന്നുണ്ട്, അവിടെ എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കുന്നത്, 2019 പ്രാർത്ഥിക്കാൻ വന്നതിന് ശേഷം ചേച്ചി ചികിത്സിച്ചില്ലേ? ഇല്ല, മരുന്ന് കൊണ്ട് മാറത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. ദൈവത്തിൽ ആശ്രയം. ഞാൻ ബ്രദറിന്റെ എല്ലാ മീറ്റിംഗിലും പങ്കെടുക്കാറുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും ഒക്കെ വന്ന്. ഓരോ ആരാധനയിലും എനിക്ക് ദൈവം ഒത്തിരി. ചേച്ചി എനിക്കും കൂടെ വേണ്ടി പ്രാർത്ഥിച്ചേക്കണം, എന്റെ പാണ്ടും കൂടെ മാറട്ടെ. അപ്പൂതി മനസ്സിലിരിക്കുള്ളൂ. എനിക്കിങ്ങനെ പാണ്ട് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു, ഞാൻ ബ്രദറിനും ഇങ്ങനെ പാണ്ടുണ്ടല്ലോ, അപ്പൊ ഞാനിങ്ങനെ ഓർത്തു, ദൈവമേ, അപ്പം നേരത്തെ പാണ്ടുള്ള മുഖത്തോടു കൂടി എല്ലാവരും എന്നെ അറിയുന്നത്. അപ്പൊ ഈ പാണ്ട് മാറിക്കഴിഞ്ഞപ്പം ചിലരൊക്കെ എന്നോട് ചോദിക്കും, ആ ചേച്ചിയാണോ ഈ ചേച്ചി? അപ്പൊ അവർക്കൊരു സംശയം. അപ്പൊ ഞാൻ ഓർത്തെ, അപ്പൊ ആരും എന്നെ അങ്ങനെ തിരിച്ചറിയുന്നില്ലല്ലോ, നേരത്തെ ആണല്ലോ ഇങ്ങനെ. അപ്പൊ ഇതൊരു അടയാളമാണെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമല്ലോ പെട്ടെന്ന്. ആരെയും ഫോണിലൊക്കെ വിളിക്കുമ്പോഴത്തേക്കും ഷൈനി എന്ന് പറയുമ്പോൾ ആ പാണ്ടുള്ള ഷൈനി, ചൂണ്ടേ പാണ്ടുള്ള ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവര് പെട്ടെന്ന് അറിയും. അപ്പൊ ഞാനൊക്കെ ആണെങ്കിലും ഇങ്ങനെ, അപ്പൊ ഞാൻ അന്നേരം ബ്രദറിന്റെ കാര്യം ഓർത്തു. അപ്പൊ ഞാൻ ഓർത്ത്, ദൈവമേ, ബ്രദറിന്റെ മുഖത്ത് ഇങ്ങനെ പാടുള്ളത് മാറാതിരിക്കട്ടെ. അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ ഓർത്ത് മാറാതിരിക്കട്ടെ. നമ്മൾ ഒത്തിരി സുവിശേഷകന്മാരെ, ഒരു പ്രാർത്ഥനക്കാരൊക്കെ ഇങ്ങനെ TV പ്രോഗ്രാം ഇങ്ങനെ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കും. അതാരാ ഏതാന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് പറയാം, ഇങ്ങനെ നമുക്ക് പറയാലോ, ഇങ്ങനെ ഒരാളെ അറിയുമോ എന്ന് ചോദിക്കാലോ എന്ന്. അപ്പൊ ഞാൻ ഓർത്ത് ബ്രദറിന്റെ മാറാതിരിക്കട്ടെ എന്ന് ഞാൻ അന്നേരം മനസ്സിലോർത്ത്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ, ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ. ഇനി അത്താഴപ്പട്ടണിക്കാരനെ പിടുങ്ങി പാണ്ടന് അദാനിയും അംബാനിയുമാകാനുള്ള ആ ശ്രമം ഒന്ന് കാണുക. ചുരുക്കം പറഞ്ഞാൽ ദശാംശവും സൂത്രകാഴ്ചയും പിടുങ്ങി താരുവിന് അദാനിക്കും അംബാനിക്കും മുകളിലെത്തുവാനുള്ള ഒരു ശ്രമമാണിത്. അതിനായി കയ്യിലുള്ളതൊക്കെ എടുത്ത് എൻ്റെ പുറകെ വരുവാനാണ് പരമമൊണ്ണകളോട് പാണ്ടൻ ആവശ്യപ്പെടുന്നത്. അദാനിയും അംബാനിയുമാകുന്നത് സ്വപ്നം കണ്ട് മൊണ്ണകൾ താഴെ നിന്ന് കയ്യും പൊക്കി തുള്ളിച്ചാടുന്നത് കാണുക. ദാരിദ്ര്യം ദൈവഹിതമല്ല, അത് ശാപമാണ്. 5-6 പേരോട് പറഞ്ഞു, ദാരിദ്ര്യം ദൈവഹിതമല്ല, അത് ശാപമാണ്. പക്ഷെ നിങ്ങൾ ഇന്ന് എന്റെ കൂടെ ഒരു ആക്ഷനിലേക്ക് വരണം. ദാരിദ്ര്യം എന്ന സ്ഥലത്ത് നിന്ന് അടുത്തൊരു സ്ഥലത്തേക്ക് ഞാൻ കയറുക. ഞാൻ കയറുന്ന സ്ഥലം അദാനിയും അംബാനിയും വസിക്കുന്ന സ്ഥലമാണ്. പറയാൻ പറ്റുന്നവര് പറഞ്ഞു.
അദാനിയും അംബാനിയും വസിക്കുന്ന സ്ഥലത്തേക്ക് പിള്ളേരും കൂടെ കൈപിടിച്ചു. ആ വസിക്കുന്ന സ്ഥലത്തേക്ക് സഭയായി ഞങ്ങൾ കയറുക. സഭയായി ഞങ്ങൾ കയറുക. For the glory of God. ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട്, ദൈവത്തിന്റെ ഗോളിക്കായിട്ട്. വിശുദ്ധ വേദപുസ്തകം കൈകൊണ്ട് തൊട്ടിട്ടില്ലാത്ത ഈ സാത്താനെ, ഈ ദുരുപദേശകനെ, ഈ കള്ളപ്രവാചകന്റെ വചനവിരുദ്ധമായ ദുരുപദേശങ്ങളെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അപഗ്രഥിക്കുകയാണ് ITV ന്യൂസ് പ്രേക്ഷകനും കോട്ടയം സ്വദേശിയുമായ ശ്രീ റോണി. ചില ദിവസങ്ങൾക്ക് മുമ്പ് ITV ന്യൂസ് ചാനലിൽ ജോൺ താരുവിനെ കുറിച്ചുള്ള ഒരു വീഡിയോ കാണുവാനിടയായി. അതിൽ ആ വീഡിയോയുടെ ഇടയിൽ ഒന്ന് രണ്ട് ചെറിയ വീഡിയോ കട്ടിങ്സ് ഉണ്ടായിരുന്നു അദ്ദേഹം പ്രസംഗിക്കുന്നതായിട്ട്. അതിൽ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പിങ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ദാരിദ്ര്യം ശാപമാണ് എന്നുള്ളത്. ഇത് കേട്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടി. കാരണം ഞാൻ ആദ്യം ഓർത്തത് ഇത് അദ്ദേഹം പറഞ്ഞ എന്തെങ്കിലും ഒരു ഭാഗത്തിൻ്റെ ചെറിയൊരു കഷ്ണം മുറിച്ച് അവിടെ ഇട്ടതായിരിക്കും. കാരണം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവരും പുറത്ത് പറയുന്നത്. ഞങ്ങൾ എന്തെങ്കിലും പറയുന്നതിൻ്റെ ചെറിയ കഷ്ണങ്ങൾ അടർത്തി എടുത്താണ് ഞങ്ങളെ അവമാനിക്കുകയാണ് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് ഇത് സത്യമാണോ എന്നറിയാനായിട്ട് ഞാൻ യൂട്യൂബിൽ പല സ്ഥലത്തും സെർച്ച് ചെയ്തു ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. കാരണം ബൈബിളിൽ ഒരല്പമെങ്കിലും ജ്ഞാനമുള്ള ഒരാൾ ഒരിക്കലും ഈ വാക്ക് സംസാരിക്കത്തില്ല. പിന്നെ ഞാൻ ഓർത്തത് ഒരു സ്വയം പ്രഖ്യാപിത അപ്പോസ്തോലൻ എന്ന് സ്വയം പറഞ്ഞു നടക്കുന്ന ഈ ജോൺ താരു കുറച്ചെങ്കിലും ഈ ബൈബിളിൽ വിവരമുള്ളവനാണെന്നുള്ളതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എന്നെ തീർത്തും ഞെട്ടിച്ചു കളഞ്ഞു. ഈ പ്രസംഗത്തിൻ്റെ പൂർണ്ണ രൂപം ഞാൻ ഇദ്ദേഹത്തിൻ്റെ തന്നെ യൂട്യൂബ് ചാനലിൽ പോയി അത് മുഴുവനും ഞാൻ കേട്ടു. ഇദ്ദേഹം പ്രസംഗിക്കുന്ന മുഴുവനും ഞാൻ കേട്ടു. ഐ റിയലി ഷോക്ക്ഡ്. ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ്, അതെന്നെ ശരിക്കും അഫക്റ്റ് ചെയ്തു. എനിക്ക് ദേഷ്യമാണോ സങ്കടമാണോ എന്താണെന്ന് എനിക്കറിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ ചിന്തിച്ചത് ഒരുപാട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അനേകം ആൾക്കാർ ആ മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ITV ന്യൂസ് ചാനലിൽ പലപ്പോഴും സാറ് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ പൈശാചിക കൂട്ടായ്മ, പൈശാചിക ആരാധന എന്നൊക്കെ. പക്ഷേ തീർത്തും നമുക്ക് ഒരു സംശയത്തിനും ഇടം നൽകേണ്ട കാര്യമില്ല. തീർത്തും 100% ഉറപ്പായിട്ട് നമുക്ക് പറയാവുന്നൊരു കാര്യമാണ്, ഇവൻ നടത്തുന്നത് പൈശാചിക ആരാധനയാണ്. ഇതിൽ പങ്കെടുക്കുന്നവർ അറിഞ്ഞുകൊണ്ടായാലും അറിയാതെയാണെങ്കിലും ഒരു പിശാചിന്റെ ആരാധനയിലാണ് പങ്കെടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ഇവൻ പറയുന്നത് ദാരിദ്ര്യം ശാപമാണ്, നീ ധനവാനായിട്ടിരിക്കുന്നതാണ് ദൈവത്തിന്റെ പദ്ധതി, നീ അംബാനിയും അദാനിയും ഇരിക്കുന്ന അടുത്തേക്കാണ് നെക്സ്റ്റ് ലെവൽ കയറേണ്ടത്. പണത്തിന് വേണ്ടി യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദ പോലും ഇത് കേട്ട് പൊട്ടിച്ചിരിക്കും. ഈ ദാരിദ്ര്യം ശാപമാണെന്നുള്ളത് ഇവന്റെ ഏതു ബൈബിളിലാണ് പറഞ്ഞിരിക്കുന്നത് എനിക്കറിയില്ല. ഈ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ 250 രൂപയുടെ ബൈബിൾ കൊണ്ട് നടക്കുന്ന ആൾക്കാരെ അവൻ പുച്ഛിക്കുകയും 2000 രൂപയുടെ ബൈബിൾ കൊണ്ട് നടക്കുന്ന ആൾക്കാരെ വളരെയധികം പ്രശംസിക്കുകയും ചെയ്യുന്നത് കണ്ടു. 250 രൂപയുടെ ബൈബിൾ കൊണ്ട് നടക്കുന്ന ആൾക്കാരോട് അവൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് നാണമില്ലേ എന്നാണ്. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ടാബില് 35 ലക്ഷം രൂപ വില വരുന്ന ബൈബിൾ കമന്ററിയാണ് കിടക്കുന്നുള്ള തള്ളലും അതിനകത്ത് നമ്മൾ കേൾക്കാം. പക്ഷെ സത്യം പറഞ്ഞാൽ ഇവന് 35 പൈസയ്ക്കുള്ള ബൈബിൾ വിവരം പോലും അവനില്ല. ദാരിദ്ര്യം ശാപമാണ് എങ്കിൽ അത് ദൈവത്തിന്റെ പദ്ധതി അല്ല എങ്കിൽ ദൈവം ജനിക്കേണ്ടത് കൊട്ടാരത്തിലായിരിക്കണം. ബൈബിൾ അറിയാവുന്നവർക്ക്, സാമാന്യ വിവരമുള്ള എല്ലാവർക്കും അറിയാം ദൈവം എങ്ങനെയാണ് ജനിച്ചതെന്നും എവിടെയാണ് ജനിച്ചതെന്നും അത് സമ്പന്നനായിട്ടാണോ ജനിച്ചതെന്നും ദരിദ്രനായിട്ടാണോ ജനിച്ചതെന്നും ഒക്കെ നമുക്കറിയാം. അപ്പോൾ ഇവൻ ഈ പഠിപ്പിക്കുന്ന തിയറി എവിടുന്ന് കൊണ്ടുവരുന്നു? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് പിശാചിൽ നിന്ന് വരുന്നു. കാരണം പിശാച് ബോഷ്കിന്റെ അപ്പനാണ്. ബൈബിള് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ജോസഫിനും മറിയയ്ക്കും സമ്പത്തുണ്ടായിരുന്നില്ല. കാരണം അവർ ദരിദ്രമായിട്ടുള്ള അവസ്ഥയിലാണ് കഴിഞ്ഞതെന്നുള്ളത് നമുക്കറിയാം. ലൂക്കോസിന്റെ സുവിശേഷം
2-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, അവനെ കർത്താവിന് അർപ്പിപ്പാനും ഒരു ഇണ കുറുപ്രാവിനെയോ 2 പ്രാക്കുഞ്ഞിനെയോ കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചതുപോലെ യാഗം കഴിപ്പാനും അവനെ യെരൂശലേമിലേക്ക് കൊണ്ടുപോയി. എന്തുകൊണ്ടാണ് അവര് പ്രാവിനെ യാഗമായിട്ട് കഴിപ്പാനായിട്ട് ഉദ്ദേശിച്ചത്? കാരണം ബൈബിളിൽ ശകലം ഞാനുള്ളവർക്കറിയാം, അവർക്ക് ഒരു ആട്ടിൻകുട്ടിയെ വാങ്ങിക്കാനുള്ള സാമ്പത്തിക നിലയില്ല. ശകലം സമ്പത്തുള്ളവർ അന്നത്തെ കാലത്ത് ആട്ടിൻകുട്ടിയാണ് യാഗമായിട്ട് നൽകുന്നത്. ഇവർക്കാണെങ്കിൽ സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവർ പ്രാവിനെയാണ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ജോസഫും മറിയയും സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരായിരുന്നു. അവർ ദരിദ്രരായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ താരുവിന്റെ ബൈബിളിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ ശപിക്കപ്പെട്ടവർ എന്ന് വിളിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാരിദ്ര്യമുള്ളവനെല്ലാം ശപിക്കപ്പെട്ടവൻ ആണ്. അതായത് ദാരിദ്ര്യം എന്ന് പറയുന്നത് ശാപമാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ യോസഫും മറിയയും ശപിക്കപ്പെട്ടവരാണ്. അപ്പൊ ഇവന്റെ ബൈബിൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ബൈബിളാണ്. അത് ഞാൻ വിശ്വസിക്കുന്നത് പിശാചിനാൽ നിർമ്മിക്കപ്പെട്ട ബൈബിൾ എന്നുള്ളതാണ്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരു 1.5 മണിക്കൂർ നിന്ന് പറയാനായിട്ടുള്ള വിഷയങ്ങൾ നിരത്തി ഇതിനെ പൊളിച്ചെടുക്കാനായിട്ട് നമുക്ക് ബൈബിൾ ശകലം ജ്ഞാനമുള്ള എല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യമാണ്. യാക്കോബിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നതൊന്ന് ശ്രദ്ധിക്കണേ. സഹോദരന്മാരെ കേൾക്കുവിൻ, ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ അവകാശികൾ ആക്കേണ്ടതിന് തിരഞ്ഞെടുത്തില്ലയോ? നിങ്ങളോ ദരിദ്രനെ അപമാനിച്ചിരിക്കുന്നു. അപ്പൊ ഈ വചനത്തിൽ ദരിദ്രന്മാർക്ക് കൊടുക്കുന്ന പ്രാധാന്യം നമുക്കറിയാം. അതുപോലെ തന്നെ ഈ ദരിദ്രന്മാരെ അപമാനിച്ചിരിക്കുന്നവൻ ആരാണെന്നും നമുക്കറിയാം. അപ്പോൾ ഇവന്റെ ഈ ഞാനത് തന്നെയാണ് ഇതിന് മുമ്പ് പറഞ്ഞു, ഇവന്റെ ഈ വേദപുസ്തകം ഇവൻ എവിടുന്ന് കൊണ്ടുവന്നെന്ന് എനിക്കറിയത്തില്ല. അത് താര് തന്നെ പ്രിന്റ് ചെയ്ത് എന്തോ ബൈബിളിലാണ് അവൻ സംസാരിച്ചിരിക്കുന്നത്. സദൃശ്യവാക്യം 19-ാം അധ്യായത്തിൽ സോളമൻ ഇങ്ങനെ പറയുന്നു, എളിയവരോട് ആദരവ് കാണിക്കുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ എത്ര ഇമ്പോർട്ടൻസ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എളിയവരോട് ജസ്റ്റ് ഒന്ന് കരുണ കാണിക്കുന്നവൻ, അല്ലെങ്കിൽ എളിയവരോട് ഒന്ന് മതിപ്പ് കാണിക്കുന്നവൻ, ഈ ദരിദ്രരോട് ഒന്ന് മതിപ്പ് കാണിക്കുന്നവർ യഹോവയ്ക്ക് വായ്പ, അല്ലെങ്കിൽ ദരിദ്രർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കുന്നവർ യഹോവയ്ക്ക് വായ്പ കൊടുക്കുകയാണ്. അവർക്ക് അതിന്റെ പ്രതിഫലം കിട്ടുമെന്നാണ് പറയുന്നത്. പാസ്റ്റർക്ക് കൊണ്ട് കൊടുക്കുന്നതല്ല അവിടെ പറയുന്നത്, ദരിദ്രർക്ക് കൊടുക്കുന്നതാണ്. അപ്പൊ ഇവൻ ഇവിടുന്ന് പറയുകയാണ് അവന്റെ വേദപുസ്തകത്തിൽ, ഞാൻ അതേ പറയത്തുള്ള, അവൻ നമ്മൾ സാധാരണ സത്യവേദ പുസ്തകമല്ല അവൻ വായിക്കുന്നത്, അവൻ പിശാചിന്റെ പുസ്തകമാണ് വായിക്കുന്നത്. അപ്പൊ അവൻ അവിടെ നിന്ന് പറയുകയാണ്, ദാരിദ്ര്യം ശാപമാണ്, നിങ്ങൾ ദരിദ്രരാണെങ്കിൽ നിങ്ങൾ ശപിക്കപ്പെട്ടവരാണ് എന്നുള്ളത്, നിങ്ങൾ ശാപത്തിലാണ് കിടക്കുന്നത്. ദരിദ്രന്മാരെ ബൈബിളിൽ എങ്ങനെ ആദരിക്കുന്നു എന്നുള്ളത് ഇഷ്ടംപോലെ വാക്യങ്ങൾ നിരത്തി നമുക്ക് കാണിക്കാൻ പറ്റും. ഇവന്റെ ഈ വാക്ക് കേട്ട് അംബാനിയും അദാനിയുമായിട്ട് തീരാന് ചാടി പുറപ്പെട്ടു പോകുന്നവരോട് എനിക്ക് 1-2 കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഈ ഉപദേശം, അതായത് നീ മൾട്ടി മില്യണർ ആകാൻ ആയിട്ടുള്ള ഈ ഉപദേശം അവൻ തന്നിരിക്കുന്നത് അത് ദൈവത്തിൽ നിന്നുള്ളതല്ല, ബൈബിളിൽ നിന്നുള്ളതല്ല, അത് ബൈബിളിന്റെ ഭാഗവുമല്ല. അങ്ങനൊക്കെ ചാടി പുറപ്പെടുന്ന നിങ്ങള് ഒന്നിലും നിങ്ങൾ ഏതെങ്കിലുമൊക്കെ കുരുക്കുകളിൽ പെടുകയോ അല്ലെങ്കിൽ ജയിലിൽ പോവുകയോ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇതിന്റെ അവസാനം ഉണ്ടാകാൻ പോകുന്നത്. ഇത് തന്നെയാണ് വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് 1 തീമോഥെയോസ് 6-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കുകയാണെങ്കിൽ ഇങ്ങനെ കാണാം, ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യുന്നു. ഇത് ഞാൻ പറയുന്നതല്ല, വിശുദ്ധ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് ഞാനിവിടെ പറഞ്ഞത്. ആർക്ക് വേണമെങ്കിലും ബൈബിൾ പരിശോധിക്കാവുന്നതാണ്. ഇതുപോലെയുള്ള കള്ളന്മാര് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ്, പ്രത്യേകിച്ച് ഇവനെ കള്ളൻ എന്ന് വിളിക്കുന്നതിന്റെ കാരണം നിങ്ങൾക്ക് തന്നെ ഇപ്പൊ തപ്പിയാൽ കാണാം. ഇവന്റെ പഴയ ഹവാല ഇടപാട് യൂട്യൂബിൽ വീഡിയോ കാണും. കാരണം ഏതോ ഒരു ചാനലുകാരൻ ഹവാല കടത്തിക്കൊണ്ട് വരുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇവന്റെ വീട്ടിൽ ചെല്ലുന്നതും ഇവൻ അവരോട് സംസാരിക്കുന്നു, അതിനുള്ള പ്ലാനുകളും പദ്ധതികളും പുള്ളി പറഞ്ഞു കൊടുക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു. കാരണം ഇവനെ മനസ്സിലാക്കാൻ, ഇവനെ തുറന്നു കാട്ടാനായിട്ടാണ് ആ ചാനലുകാരൻ അവന്റെ വീട്ടിൽ ചെന്നത്. എന്നിട്ട് ഇവൻ ഇത്രയും വലിയ പ്രവാചകൻ അറിഞ്ഞില്ല അവന്റെ വീട്ടിൽ വന്നത് ആരാണെന്ന്, എന്തിനാണെന്ന് അവർ വന്നതെന്നുള്ളത് യഥാർത്ഥ സത്യം അവൻ അറിയത്തില്ലായിരുന്നു.
മാത്രമല്ല ഇവന്റെ ഈ സ്പീച്ച് അവന്റെ ചാനലിൽ കിടക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം. അതിനകത്ത് അവൻ പറയുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ധനികർ താമസിക്കുന്ന സൗകര്യങ്ങളെക്കാട്ടിലും മേലാണ് അവരിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പൈസയുടെയൊക്കെ സോഴ്സ് എവിടെ നിന്നാണ് വരുന്നത്? ഇതൊന്നും ആരും അന്വേഷിക്കുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെയൊക്കെ ഉള്ളിൽ തള്ളേണ്ട സമയം കഴിഞ്ഞു. കാരണം വെച്ചാൽ ഇതുപോലെയുള്ള വിഷങ്ങളെയാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങള് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുള്ളത് ഏറ്റവും വലിയ ഒരു സങ്കടമായിട്ടുള്ള കാര്യമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇതുപോലെയുള്ള കള്ളന്മാരെ പറ്റി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് സമയമുള്ളവര് 2 പത്രോസ് 2-ാം അധ്യായം സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ചു നോക്കുക. അതിൽ പറയുന്നുണ്ട്, ഈ കള്ള പ്രവാചകന്മാർ നിങ്ങളെടുത്ത് കൗശലം പറഞ്ഞു കൂടും, എന്നിട്ട് അവർ നിങ്ങളെ വിൽക്കും. അത് ഞാൻ പറഞ്ഞതല്ല, ബൈബിളിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. സംശയം ഉണ്ടെങ്കിൽ പോയി വായിച്ചു നോക്കുക. ഇതുപോലെയുള്ള പൈശാചിക ആരാധനകളിൽ നിങ്ങൾ ചെന്ന് പെടരുത് എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. അതുപോലെ തന്നെ നിങ്ങൾ ഈ കാണുന്നതും കേൾക്കുന്നതും ഇവന്മാര് പറയുന്നതല്ല സത്യം. ഈ വചനത്തില് എന്താണ് പറഞ്ഞിരിക്കുന്നത്, എന്താണ് ഇതിലുള്ളതാണോ എന്ന് എങ്കിലും നിങ്ങൾ വല്ലപ്പോഴും ഒന്ന് പരിശോധിച്ച് നോക്കണം. കാരണം നിങ്ങളെ അംബാനിയാക്കാം, അദാനിയാക്കാം പറഞ്ഞു വരുന്നവരെ നിങ്ങൾ തീർച്ചയായിട്ടും ആട്ടിപ്പായിക്കാനായിട്ടുള്ള ആ കരുത്തെങ്കിലും കാണിക്കണം. തൻ്റെ പൈശാചിക കൂട്ടായ്മയിലേക്ക് ആളെ പിടിക്കുവാൻ ഈ പൈശാചികദാസൻ ഇപ്പോൾ എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് ലൈവ് പൈശാചിക കൂത്ത് നടത്തുന്നുണ്ട്. ആരെങ്കിലും ആ നമ്പറിലേക്കൊന്ന് വിളിച്ചാൽ എങ്ങനെയെങ്കിലും ഇവൻ്റെ പൈശാചിക കേന്ദ്രത്തിൽ എത്തിക്കും. അതിനാണ് ഇപ്പോൾ എന്നും വൈകിട്ട് ലൈവ് കൂത്ത് നടത്തുന്നത്. ജാഗ്രതയും പാണ്ഡന്റെ വലയിൽ അകപ്പെടാതെ മുണ്ണകൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.